ചെറുകുന്ന് പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ ഉപ്പുവെള്ളം കയറി കൃഷി നശിച്ചു. ഏക്കർ കണക്കിന് കൃഷിയിടമാണ് ഉപ്പുവെള്ളം കയറി നാശോന്മുഖമായത്. ജില്ലയിലെ തീരദേശ പഞ്ചായത്തുകളിലൊന്നായ ചെറുകുന്നിലെ കൃഷിയിടങ്ങൾ ഉപ്പുവെള്ളം കയറി നശിക്കുകയാണ്. പാടത്തും പറമ്പിലും ഉപ്പുവെള്ളം കയറിയ അവസ്ഥയാണ്. ആയിരക്കണക്കിന് തെങ്ങുകളാണ് ഉപ്പുനഞ്ചു പടർന്ന് കരിഞ്ഞുണങ്ങിയത്. നെല്ല്, ഉഴുന്ന്, പയർ, പച്ചക്കറി ഉൾപ്പെടെ ഒട്ടനവധി ഇനങ്ങൾ കൃഷിയിറക്കിയ നൂറുകണക്കിന് ഏക്കർ കൃഷിയിടവും നാശോന്മുഖമായി. കാലാവസ്ഥാ വ്യതിയാനത്താലാണ് പുഴയോരത്തെ ചിറ കവിഞ്ഞൊഴുകി ഉപ്പുവെള്ളം നാടാകെ കയറുന്നത്. വേലിയേറ്റ സമയത്തും വൻതോതിൽ ഉപ്പുവെള്ളം കയറുന്നുണ്ട്. താവം, പുന്നച്ചേരി, ദാലിൽ, കുന്തനങ്ങാട്, പഴങ്ങോട്, കട്ടക്കുളം, മുട്ടിൽ, പള്ളിക്കര തുടങ്ങിയ മേഖലയാകെ ഉപ്പുവെള്ളം കയറിയതിന്റെ ദുരിതത്തിലാണ്. കൃഷിനാശത്തോടൊപ്പം കിണറുകളിലെ കുടിവെള്ളവും മലിനപ്പെടുന്നുണ്ട്. നിലവിൽ രൂക്ഷമായ ഉപ്പുവെള്ളക്കെടുതിക്ക് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കളക്ടർക്കും വിജിൻ MLAക്കും ചെറുകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി നിഷയുടെ നേതൃത്വത്തിൽ നിവേദനം നൽകിയിട്ടുണ്ട്. ഉപ്പുവെള്ളക്കെടുതിക്ക് എത്രയും പെട്ടെന്ന് പരിഹാരമാവുമെന്നാണ് പ്രതീക്ഷയെന്ന് വൈസ് പ്രസിഡന്റ് PV സജീവൻ പറഞ്ഞു. നമ്മൾ മുൻകാലങ്ങളിൽ ഉപ്പുവെള്ളം തടയുന്നതിന് ആവശ്യമായ ബണ്ടുകളും തീരദേശ റോഡുകളെല്ലാം സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ അതെല്ലാം കഴിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ വെള്ളം കയറുന്നത്. ആ നിലയിൽ നമ്മളിപ്പോൾ വിജിൻ MLA നേതൃത്വത്തിൽ കുറേ നമ്മൾ VCBകൾ പുതുക്കിപ്പണിയാണ്. ഇപ്പോൾ കാക്കാത്തോട് VCB, പള്ളിക്കര പത്തനംതിട്ട VCB ഇതെല്ലാം പുതുക്കിപ്പണിയാൻ ഫണ്ടിന് എത്തിച്ച് ആ പ്രവർത്തനം പൂർത്തീകരിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെയും കവിഞ്ഞുകൊണ്ടാണ് വെള്ളം വലിയ തോതിൽ വരുന്നത്. ഫണ്ടുകളെല്ലാം കണ്ടെത്തിക്കൊണ്ട് വരും കാലങ്ങളിൽ നമ്മൾ തീരദേശമാകെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനമായിട്ടാണ് പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. ആ നിലയിൽ മാത്രമേ ഈ ഉപ്പുവെള്ളം പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പുഴയോരം പൂർണ്ണമായും കെട്ടി സംരക്ഷിച്ചാൽ മാത്രമേ വെള്ളത്തിന്റെ അനിയന്ത്രിതമായ കടന്നുകയറ്റത്തെ ചെറുക്കാനാകൂ. ഉപ്പുവെള്ളക്കെടുതിക്ക് ശാശ്വത പരിഹാരം വേണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.